അറിയും. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 10-ാം അധ്യായം വിഭൂതി യോഗം. അഹമെന്ന ഞാനെന്ന ബോധത്തിൻ്റെ അതിൻ്റെ വിശാലതയിലേക്ക്, അനന്തതയിലേക്ക്, അത് കേവലം പരിമിതമായ ഒന്നല്ല, മറിച്ച് അപരിമേയമായിട്ടുള്ള ആ വ്യാപ്തിത്വത്തിലേക്ക് ഭഗവാൻ അർജുനനെ, അല്ലെങ്കിൽ അർജുനനിലൂടെ ഭഗവത്ഗീത നമ്മളെ ഓരോരുത്തരെയും, നമ്മളൊന്നും തന്നെ നിസാരന്മാരല്ല എന്ന് പറയാം. നമ്മൾ പരിമിതരാണ്, ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊക്കെ നാട്ടുകാരും വീട്ടുകാരും പറയുന്നുണ്ടെങ്കിലും സത്യം അതല്ല, നിജസ്ഥിതി അതല്ല. ആ സത്യത്തെയാണ് ഗീത വിഭൂതി യോഗത്തിലൂടെ ഇവിടെ പറയുന്നത്. എന്താ പറഞ്ഞത്? ആദിത്യാനാമഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ മരീചിർ മരുതാമസ്മി നക്ഷത്രാണാമഹം ശശി. ഇതാണ് പറഞ്ഞു വെച്ചത്. ആദിത്യന്മാർ 12 ദ്വാദശ ആദിത്യന്മാരിൽ പ്രഭാശാലിയായിട്ടുള്ള എല്ലാവരും. എന്താ ഈ 12 ആദിത്യന്മാരെക്കുറിച്ച് അങ്ങനെ പറയാനുണ്ട്? ഓരോരോ പേരുകൾ തന്നെ പറഞ്ഞുവല്ലോ ഇവിടെ. ആരൊക്കെയാണ് 12 ആദിത്യന്മാർ? ഇന്ദ്രൻ, ധാത, പർജന്യൻ, ത്വഷ്ട, പൂഷ. ഈ പൂഷാവ്, അര്യമാവ്, പർജന്യൻ എല്ലാ ഇതുണ്ട്. ഭഗൻ, വിവസ്വാൻ, വിഷ്ണു, അംശുമാൻ, വരുണൻ, മിത്രൻ. ഇങ്ങനെയുള്ള ഈ 12 പേരും 12 പേരെയാണ് അതിഥിയുടെ പുത്രന്മാരായിട്ടുള്ള ദ്വാദശ ആദിത്യന്മാർ എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ ഭാരതീയ സംസ്കൃതിയിൽ സൂര്യനാണെങ്കിലും സൂര്യൻ എന്ന അസ്തിത്വത്തിന് ഒരച്ഛനുണ്ട്, അതുകൊണ്ട് തന്നെ സൂര്യൻ ഒരമ്മയുണ്ട്, അങ്ങനെ ഒരു പിതൃത്വം സൂര്യനുണ്ട്. സൂര്യന് പിതാവായിട്ടൊരാളുണ്ട്. അതിപ്പോൾ ചന്ദ്രൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ എല്ലാറ്റിലും നമുക്ക് കാണാൻ സാധിക്കും. അതൊരു സവിശേഷമായിട്ടുള്ള ഒന്നാണ്. എന്തുകൊണ്ടാണ്? നമ്മളോടാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയാണത്. ആ ഭാഷയിൽ, നമ്മുടെ വ്യാവഹാരിക ഭാഷയിൽ നമ്മളോട് സംസാരിക്കുന്നു. നമ്മളും അങ്ങനെ ഇന്നും അത്തരത്തിലാണല്ലോ നമ്മൾ പലതും, എന്താ പറയുക, നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ അങ്ങനെ പലതും നടത്താനുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള കാർട്ടൂണുകൾ ഒക്കെ വളരെ ഗംഭീരമായിട്ടും, നമ്മുടെ മാതൃഭൂമിയിലുണ്ടായിരുന്ന പഴയൊരു ഗംഭീരനായിട്ടുള്ള കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു, ഗഫൂർ, കോഴിക്കോട് തന്നെ താമസിച്ചിട്ടുള്ള. അപ്പോൾ ഇദ്ദേഹം കാക്കയാണ് ഉപയോഗിക്കുക. പണ്ട് കാലത്ത് അദ്ദേഹത്തിൻ്റെ ഗഫൂറിൻ്റെ കാർട്ടൂൺ ശ്രദ്ധിച്ചിട്ടുള്ളവർ, OV വിജയനും അതുപോലെ പല മൃഗങ്ങളെ ഉപയോഗിക്കാറുണ്ട്. ടോംസ്, ബോബനും മോളി, അതിലൊരു ചെറിയ പട്ടിക്കുട്ടി, അങ്ങനെ പലരും. വാൾട്ട് ഡിസ്നി, മിക്കി മൗസിലൂടെ, ടോം ആൻഡ് ജെറിയിലൂടെ. അപ്പോൾ അവിടെ എല്ലാ ഇമോഷൻസും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പണ്ടേ. അപ്പോൾ ഇവിടെയൊന്നും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, ഇതൊന്നും നമുക്ക് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ. പക്ഷേ ഇങ്ങനെ സൂര്യൻ ഇന്ന ആളുടെ മകനാണെന്നൊക്കെ പറഞ്ഞാൽ ഉടനെ നമ്മൾ സയൻസ് എടുക്കും അങ്ങോട്ട്. അതെങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചില പൊട്ടന്മാരാണെങ്കിലും ഇത് അങ്ങനെ തന്നെ അങ്ങോട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അതാണ് ഇതിലെ ഒരു കുഴപ്പം. ഈ സ്പിരിച്വാലിറ്റിയിലെ, അല്ലെങ്കിൽ റിലീജിയനിലെ ആ സ്പിരിച്വാലിറ്റി ഇല്ലെങ്കിലുള്ള വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ തത്വചിന്തയിലൂടെ അറിയണമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 12 ദ്വാദശ ആദിത്യന്മാർ എന്ന് നമ്മൾ പുരാണത്തിലും ഇതിലുമൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ നമുക്ക് 12 മാസങ്ങളാണല്ലോ. ഈ 12 മാസങ്ങൾ നമ്മളിപ്പോൾ പറയുന്ന ഇംഗ്ലീഷ് മാസം എന്ന് പറയുന്ന ജാനുവരി, ഫെബ്രുവരി എണ്ണുകയാണെങ്കിലും, കുംഭം, മീനം, മേടം, ഇടവം എന്ന് പറഞ്ഞാൽ അങ്ങനെ എണ്ണുകയാണെങ്കിലും, ഇപ്പം നമുക്ക് ജനുവരി, ഫെബ്രുവരി എന്ന് പറയുമ്പം ഡിസംബർ വരെ വരുമ്പോൾ 12 മാസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ
ഈ 12 മാസങ്ങളിലുള്ളത് 12 ആദിത്യന്മാരായിട്ടാണ്. അത് ഓരോ ഭാവങ്ങളാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവർ 12 എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നമുക്ക് തന്നെ ഈ ധർമ്മശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തന്നെ 3 പേരുകളുണ്ട്. ജാഗ്രത അവസ്ഥയിൽ ജീവൻ്റെ പേരാണ് വിശ്വൻ എന്ന് പറയുന്നത്. അതേ നമ്മളാണ് സ്വപ്നത്തിലേക്ക് പോകുമ്പം തൈജസൻ എന്ന് പറയുന്നത്. അതേ നമ്മളാണ് ഗാഢസുഷുപ്തിയിലേക്ക് പോകുമ്പം പ്രാജ്ഞൻ എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വനും തൈജസനും പ്രാജ്ഞനുമായിരിക്കുന്ന ഒരു ജീവൻ 3 അവസ്ഥകളിൽ 3 പേരുകളാണ്. അതുപോലെ ഇവിടെ പറയുന്ന ഈ പേരുകളിലൊന്നും കേട്ടിട്ട് ഭ്രമിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ പലപ്പോഴും നമുക്കിത് മനസ്സിലാകുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈദിക ഭാഷ അല്ലെങ്കിൽ ആ സാഹിത്യം അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു ടെർമിനോളജി ഇത് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അത് വിമർശിക്കുന്നതിന് പകരം വിമർശിക്കുന്നത് നല്ലതാണ്. സത്യസന്ധമായ വിമർശനമാണെങ്കിൽ നിങ്ങൾ ഈ അന്വേഷണത്തിലേക്ക് അത് എത്തും. അവിടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ അതിനെ അംഗീകരിക്കണം. ആ അംഗീകരിക്കാനുള്ള നട്ടലും ആർജവും ഇവിടെ ഉള്ളവർക്ക് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത്. അവർക്കിത് യുക്തിഭദ്രമായി അവരുടെ മുന്നിൽ അവതരിപ്പിച്ചാലും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. വീണ്ടും കൂടുവിട്ട് കൂടുമാറുന്ന ആത്മാവിനെ തേടി നടക്കുന്ന യുക്തിവാദികളാണ് ഇവിടെ ഉള്ളത്. എന്തിനാണ് നമ്മളിത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ഈ ഭാഷയും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് സെൻട്രലയുടെ കഥയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും ഈ കഥയാകുന്ന ഫോർമാറ്റ് ഇവരതിനെ ചരിത്രമായിട്ട് കാണും. എന്നാൽ ഇത് ചരിത്രമാണെന്ന് പറയുന്നത് കഥയല്ല, ഇതൊക്കെ ശരിക്കും സംഭവമാണെന്ന് പറയുന്നത് വേറെ റൂട്ടിൽ. നമുക്ക് പറയാനുള്ളത് ഇവർ 2 പേരും ജ്യേഷ്ഠാനുജന്മാരാണ്. ജ്യേഷ്ഠാനുജന്മാരെന്ന് പറയാനും പറ്റില്ല, ഇരട്ടവറ്റവരാണ്. ട്വിൻസാണ് ഇവർ. ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഇവരെ കയറ്റാവുന്നതാണ്. അപ്പം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സൂര്യന് തന്നെ ഇങ്ങനെ പല ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങളെ രാത്രിയുടെ ഒരു ദിവസം തന്നെ സൂര്യന് നമ്മൾ ഉദയസൂര്യൻ, മധ്യാഹ്ന സൂര്യൻ, അസ്തമയ സൂര്യൻ. സൂര്യന് ദിവസത്തിൽ തന്നെ 3 പേരുണ്ട്. ഇനി അതിൽ കൂടുതൽ പേരുകൾ നൽകാം ഒരേ ആൾക്ക്. എങ്ങനെയാണോ നമുക്ക് പല പേരുകളുള്ളത് അതുപോലെ ഓരോന്ന് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പേരിലാണ് നമ്മളെ ആളുകൾ അറിയുക. ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ അദ്ദേഹം ആ യൂണിഫോമിൽ ആ തൊഴിലിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. അതേസമയം വേറെയും പല പൊസിഷനും അദ്ദേഹത്തിലുണ്ടെങ്കിൽ അതൊക്കെയാണ് അദ്ദേഹം ഒരാളാണ്. അപ്പോൾ ഈ 12 ആദിത്യന്മാരെന്ന് കേൾക്കുമ്പോൾ ഭ്രമിക്കേണ്ട. അങ്ങനെയാണ് ഇങ്ങനെ ഇതിൽ പറഞ്ഞു പോകുന്ന പലതും. അപ്പോൾ ആദിത്യന്മാരിൽ അതിൽ ഞാൻ വിഷ്ണുവാണ്. അപ്പോൾ നമുക്ക് പറയാമല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മഞ്ഞുകാലമാണ്, അല്ലെങ്കിൽ രാവിലെയാണ് എനിക്കിഷ്ടം. നട്ടുച്ച വേര് അതെനിക്കിഷ്ടമില്ല. അങ്ങനെ ഓരോന്നും പറയാമല്ലോ. എന്നതുപോലെ ഇവിടെ ആദിത്യന്മാരിൽ ഞാൻ ആരാണ്? വിഷ്ണു എന്ന ആദിത്യൻ ഞാനാണ്. എല്ലാം ഞാനാണ്. എന്നാലും സവിശേഷമായിട്ട് നമ്മളോട് പറയുകയാണ്. അതേപോലെ തന്നെ പ്രകാശമയമായിട്ടുള്ള ജ്യോതിർഗോളങ്ങളിൽ ഞാൻ വ്യാപക രശ്മിയോട് കൂടിയിട്ടുള്ള സൂര്യൻ ഞാനാകുന്നു. മരീചി ഞാനാകുന്നു. നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ ഞാനാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോരോ ഘടകങ്ങളും അതിൽ ഇപ്പം നമുക്ക് തന്നെ രാത്രി ആകാശത്തേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. നല്ല കാർമേഘങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അനേകം നക്ഷത്രങ്ങൾ കാണാം. എന്നാൽ എല്ലാ നക്ഷത്രങ്ങളും ഒരുപോലെയാണോ? അല്ല. കുറച്ച് വലുപ്പം കൂടിയതുണ്ട്, നന്നായി പ്രകാശിക്കുന്നതുണ്ട്, നമുക്ക് കാണാത്തതുണ്ട്, അടുത്തടുത്ത് നിൽക്കുന്നതുണ്ട്. ഇതൊന്നും അടുത്ത് നിൽക്കുകയാണോ എന്ന് ചോദിച്ചാൽ അടുത്തൊന്നും അല്ല. പക്ഷേ നമ്മുടെ കാഴ്ചയിൽ
വിശേഷപ്പെട്ടത് നിങ്ങളുടെ നേത്രത്തെ, ശ്രദ്ധയെ പെട്ടെന്ന് ആകർഷിക്കുന്നതുണ്ട്. വല്ലപ്പോഴും മാനത്തേക്കൊക്കെ നോക്കണം. ഇത് നമ്മൾ ആകെ കാണുന്നത് ചന്ദ്രനെയും സൂര്യനെയും മാത്രമാണ്. ചിലപ്പോൾ സൂര്യനെ കാണുന്നില്ലേ നിങ്ങൾ, ഭയങ്കര വലുതായിട്ട്. അപ്പോൾ പറയൂ, സൂര്യൻ എന്താണ് ഭയങ്കര വലുപ്പത്തിലാണല്ലോ കാണുന്നത്. ചില സ്ഥലങ്ങളിൽ പോയിട്ടായിരിക്കും സൂര്യനെ കാണുന്നത്. ഓ, എന്താണിത്? സൂര്യനെ നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഉദയസൂര്യനെ ഇത്രയും സുന്ദരമായിട്ട്, കന്യാകുമാരി ഒന്നുമല്ല, സൂര്യൻ എല്ലായിടത്തും മനോഹരമൊക്കെയാണ് എങ്കിലും നിങ്ങൾ, അതായത് നമ്മുടെ കാഠ്മണ്ഡുവിൽ പൊക്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പൊക്രയിൽ സൂര്യോദയം കാണാൻ നിങ്ങൾ രാത്രി എന്ന് പറഞ്ഞാൽ ആ ഉദയത്തിന് മുമ്പായിട്ട് തന്നെ കുറച്ച് നടക്കാനുണ്ട്, ഒരു മല കയറാനുണ്ട്, ട്രക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ കയറി അതിൻ്റെ മുകളിൽ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഒക്കെ ഇരുട്ടത്തായിരിക്കും. നമ്മളൊരു ലൈവ് വീഡിയോ ഒരിക്കൽ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, 2-3 വർഷം മുമ്പ്. പൊക്രയിൽ പോയിട്ടുള്ളൂ. അവിടെ ഈ അന്നപൂർണ റേഞ്ചിൻ്റെ ഇടയിൽ നിന്ന് സൂര്യൻ്റെ ഒരു വരവുണ്ട്. മൂപ്പര് വരുന്നതിന് മുമ്പ് തന്നെ ആ വരവ് അറിയിക്കുന്നുണ്ട്. പിടികിട്ടില്ല എവിടെയാണ് ഇവൻ പൊങ്ങുക എന്നുള്ളത്. കാരണം ആ മൊത്തം റേഞ്ച് ഇങ്ങനെ സ്വർണ്ണക്കട്ടി ഇങ്ങനെ എടുത്തു വെച്ച പോലെ അങ്ങനെ ആ ഷെയ്ഡ് ഇങ്ങനെ വരും. അത് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരും ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പൊക്കി ഇങ്ങനെ പിടിക്കുന്നത് പോലെയാണ് അതിങ്ങനെ വരുന്നത്. അസാമാന്യമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ പൊക്രയിലെ സൂര്യൻ, നമ്മൾ ഇവിടുന്ന് കന്യാകുമാരിയിൽ നിന്നോ വേറെ എവിടുന്നോ കാണുന്ന സൂര്യൻ പലതുണ്ടോ എന്ന് ചോദിച്ചാൽ സൂര്യൻ പലതൊന്നുമില്ല. പക്ഷേ ആ സൂര്യൻ ഉണ്ടാക്കുന്ന കാഴ്ചകൾ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ പറയുന്നു എനിക്ക് പൊക്രയിലെ സൂര്യനാണ് പ്രിയപ്പെട്ടത് എന്ന്. കേൾക്കുന്ന പലരും അത് അവിടെ പോയിട്ടുണ്ടാവാം, സൂര്യോദയം കണ്ടിട്ടുണ്ടാവാം. ഇങ്ങനെ ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ പലർക്കും വേറെ ഓരോന്ന് പറയാനുണ്ടാവും. പൊക്രയൊന്നും ഒന്നുമല്ല സ്വാമി, ഞാൻ പൊക്ര പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ വരും. ചില ഗൾഫ് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ മരുഭൂമിയിൽ അതും കണ്ടിട്ടുണ്ട് നമ്മൾ. മരുഭൂമിയിൽ അസ്തമയവും ഉദയവും കണ്ടിട്ടുണ്ട്. മരുഭൂമിയിൽ നിന്നൊക്കെ ഉദയവും അസ്തമയവും ഒക്കെ കാണുന്നതുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇതൊക്കെ കുറച്ച് പ്രയത്നമുള്ളതാട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സുഖിച്ചിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അതൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ട്. പക്ഷെ ആ കഷ്ടപ്പാട് അതൊരു ഭയങ്കര രസമുള്ള ഒന്നാണ്. നമുക്ക് എന്തൊക്കെയോ നമുക്ക് കിട്ടും. നിങ്ങൾ ഈ ഏതൊരു സിനിമ വരാൻ പോകുന്നുണ്ട്, അതിനു വേണ്ടി തിക്കുണ്ടാക്കുന്നത് പോലത്തെ പരിപാടികൾ, അതിനൊക്കെയാണ് നമുക്ക് എന്തോ വലിയ താല്പര്യം. നമ്മളൊരു സിനിമയെ ഇതാക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ നമ്മുടെയൊക്കെ ശ്രദ്ധ അങ്ങനെയുള്ളതാണ്. ഒരു സൂര്യോദയം, ഒരു സൂര്യാസ്തമയം, അതുപോലെ രാത്രി ഈ നക്ഷത്രങ്ങളുടെ കിടപ്പ്, ഇങ്ങനെ സബ്മറൈൻ, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസൊക്കെ ജീവിതത്തിൽ അത് വളരെ എന്തെങ്കിലും ഒന്ന് കാണിക്കുന്ന പോലെയല്ല. അതൊക്കെ വിഭൂതിയാണ് ഇതെല്ലാം തന്നെ. കടലിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എവിടെയൊക്കെ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സ്കൂബ ഡൈവിങ്ങും ഇതൊക്കെ ഉണ്ട്. പാരാഗ്ലൈഡൊക്കെ തുടങ്ങിയിട്ടുണ്ട് വാഗമണ്ണിൽ. അങ്ങനെ ആകാശത്തിൽ പറവ പോലെ എന്താ രസം എന്നറിയും. അപ്പോഴാണ് നമുക്കിങ്ങനെ നമ്മളൊരു പരുന്തിനെ പോലെയാവും. ഇങ്ങനെ കോഴിക്കുട്ടികളെ കാണുന്നത് പോലെ എല്ലാം മറന്നിങ്ങനെ. അത് ഭയങ്കര രസമാണത്. അത് എക്സ്പീരിയൻസ് ചെയ്യണം. മുകളിൽ നിന്നിങ്ങനെ നോക്കുക, താഴെ എല്ലാം ചെറുതായിട്ടിരിക്കുന്നു.
ഇതല്ല, കയറുന്നതിന് മുമ്പ് ഞാൻ അത് പൊട്ടി വീഴുമോ. പണ്ട് മുല്ല നസറുദ്ദീനെ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ചാടാൻ പറഞ്ഞതുപോലെ ചാടിക്കൊള്ളാൻ പറഞ്ഞു. ഇതിലൊരു സ്വിച്ച് ഉണ്ട്, ഈ പച്ച ബട്ടൺ, അത് ഞെക്കിയാൽ മതി, പാരച്യൂട്ട് തുറക്കും. പിന്നെ നിങ്ങൾ ഭൂമിയുടെ ഇങ്ങനെ അവിടെ എത്താറാവും. ആ ചുവപ്പ് ബട്ടണുണ്ട്, അത് ഞെക്കിയാൽ അത് നിങ്ങൾക്ക് അടിയിലേക്ക് വേഗത്തിലെത്താം. അപ്പോൾ ഇങ്ങനെ 2 വട്ടം പറഞ്ഞു കൊടുത്തു. മുല്ല ചാടിയിട്ട് ഈ ബട്ടൺ, പിന്നെ മുല്ല ചോദിച്ചു, അപ്പം ഞാൻ അവിടെ എത്തിയാലോ? അവിടെ എത്തിയാൽ ജീപ്പ് വരും, എന്നിട്ട് ആ ജീപ്പിൽ കയറ്റിയിട്ട് നിങ്ങളെ നമ്മുടെ ആ പോയിന്റിലെത്തിക്കും. അങ്ങനെ പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ മൂപ്പര് ഇതിലാണ് ചാടിയത്. ചാടിയിട്ട് മുല്ല ഇത് ഞെക്കിയിട്ട് ഇത് ഓപ്പൺ ആവുന്നില്ല. മുല്ല 2 മാറി ഞെക്കി നോക്കി, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പം മുല്ല സ്വയം പറയാണ്, ഇപ്പം എനിക്ക് ഉറപ്പായി താഴെ ജീപ്പും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയാം. ആകെ എമ്പുരാന് തിക്കുണ്ടാക്കുക, തിരക്കുണ്ടാക്കുക, ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് കൂട്ടത്തിൽ വിഭൂതി യോഗവും. മോനെ, ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒരു തവള പോലും ക്രാപ്രോം എന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കുന്നില്ലേ, അതുവരെ ഒന്ന് നിരീക്ഷിക്കണം. ഭയങ്കര രസമാണ്. ചീവീടുകളുടെ, കാക്കയുടെ കരച്ചിൽ എല്ലാം. സൂര്യോദയം, സൂര്യാസ്തമയം, സൂര്യൻ്റെ വൈവിധ്യങ്ങളായിട്ടുള്ള ഭാവങ്ങൾ, വിൻസെൻ്റ് വാൻ ഗോഗ് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സൺഫ്ലവർ. ഈ വാൻ ഗോഗ് ഒരു അപസ്മാര രോഗിയാണ്, അല്ലെങ്കിൽ എന്തോ ചിത്തഭ്രമുള്ള ആളാണെന്നൊക്കെയാണ് പറയുക. പാവം ദാരിദ്ര്യമായിരുന്നു ജീവിതകാലം, മരണം വരെയും. ആത്മഹത്യയാണ്. ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ചാൽ എന്താ? ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർത്തു, ഇനി എനിക്ക് ജീവിക്കണം എന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. മൂപ്പര് ജീവിച്ചിരിക്കുമ്പോൾ 10 പൈസയ്ക്ക് മൂപ്പരുടെ ചിത്രം വിറ്റിട്ടില്ല. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് വാൻ ഗോഗിൻ്റെ ചിത്രം ഇന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ എത്ര ബില്യൺ ചിലവാക്കാൻ ആളുകളില്ലേ. ഒറിജിനൽ ചിത്രം. അദ്ദേഹത്തിൻ്റെ സൂര്യകാന്തി പ്രശസ്തമായിട്ടുള്ളതാണ്. സൺഫ്ലവർ. ഉദയസൂര്യൻ മുതൽ അസ്തമയം വരെ സൂര്യനെ നോക്കി വരച്ചിട്ടുള്ള ആളാണ്. ചെവിയൊക്കെ സ്വന്തം നിലയിൽ മുറിച്ചിട്ടൊക്കെ പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അന്ന് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. സൂര്യനെ ഇത്രമേൽ, കുന്തിപുത്രനാണ് മൂപ്പര്, കർണനാണ്, സൂര്യപുത്രനാണ്. ഇത്രമേൽ സ്നേഹിച്ച ഒരു ചിത്രകാരൻ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഇത് സ്വയം നമ്മൾ ചോദിച്ചു നോക്കണം. ഞാനൊരു സൂര്യോദയം കണ്ടിട്ട് എത്രയായി? നിങ്ങൾ സത്യസന്ധമായിട്ട് ചോദിച്ചു നോക്കൂ. നിങ്ങളോട് വർഷങ്ങളായിട്ടുണ്ടാവും. അത്ഭുതപ്പെടും ചിലപ്പോൾ നിങ്ങൾ. ഒരു സൂര്യോദയം എന്ന് പറഞ്ഞാൽ അതിനായിട്ട് കാത്തിരുന്ന്, അതുപോലെ ഒരു അസ്തമയം. എൻ്റെ സ്വാമി അസ്തമയം കാണാനൊക്കെ പോയതാ, എന്നിട്ട് ഇവിടുന്ന് കാര്യമായിട്ട് ഒരുങ്ങി പിടിച്ച് അവിടെ ചെന്നപ്പോൾ ഒരസ്തമയവും ഇല്ല. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പുരട്ടി വന്നു. അതെ, ആരോ ചെന്നടോ എന്തോന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെ. ഇവരതോടുകൂടി അസ്തമയം കാണാൻ നിർത്തി.
ഈ പൊഖറെ തന്നെ നമ്മൾ പോയിട്ട് ഭയങ്കര കോമഡി ഉണ്ടായിരുന്നു. ശരിക്കും ഒരു കോമഡി ഉണ്ടായിട്ട് നമ്മളത് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പറയുക ഇല്ലില്ല, ഉദിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയാം, ഇതിവിടെ ആയിരിക്കില്ല സ്ഥലം എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയുക. അവിടെ ഇരുന്നിട്ടേ അവിടെ ശബ്ദം ഉണ്ടാക്കരുത് എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നുണ്ട്. കാരണം ഒരു നല്ലൊരു മെഡിറ്റേറ്റീവ് മൂഡാണത്. പലരും അങ്ങനെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നാമത് പുറത്തുള്ളവരേ വരുന്നുള്ളൂ, യൂറോപ്യൻസേ ഉള്ളൂ അവിടെ. അപ്പോൾ നമ്മൾ സ്വയം ചോദിച്ചു നോക്കൂ, സ്വയം അവനവനോട് ചോദിച്ചാൽ മതി, ഞാൻ എന്നാണ് സൂര്യോദയം കണ്ടത് അവസാനമായിട്ട്, എന്നാണ് സൂര്യാസ്തമയം കണ്ടത് അവസാനമായിട്ട്. അതിനു വേണ്ടി ഉദയസൂര്യനെ കാണാൻ, ആ ഉദയകിരണങ്ങൾ, സൂര്യനെ കാണുന്നതിന് മുമ്പ് ഉദയകിരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലുത്. ആ ലീലാവിലാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റും ഇത് എവിടെന്നാ കറക്റ്റായിട്ട്. അതേപോലെ കേട്ടോ പോർട്ട് ബ്ലെയർ, ജോളി ബാഗ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഐലൻഡ്. പോർട്ട് ബ്ലെയറും ഗംഭീരമാണ്, വിട്ടുപോയി. പോർട്ട് ബ്ലെയറിൽ നമുക്ക് ചിന്മയ മിഷന് അവിടെ VIP റോട്ടിലൊരു ആശ്രമമുണ്ട്. മിഷനിലിരിക്കുന്ന സമയത്ത് നമ്മളവിടെ പലപ്പോഴും പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ മിഷൻ്റെ പിറകിൽ നിന്ന് അവിടെ സ്വാമിജിയുടെ മുറിയുണ്ട്. അതിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ബോട്ടുണ്ട്, ഈ വൈകുന്നേരം ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ എന്താ പറയുക, ഒരു ക്രോസ് പോലെയുള്ള ഒരു കാലുണ്ട്. ശരിക്കും അത് കുരിശ് പോലെയുള്ളതാണ്. അത് ഈ കറക്റ്റ് ഡയറക്ഷനിലാണ് സൂര്യൻ്റെ അസ്തമയത്തിന് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പോവുക. അത് കറക്റ്റായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് മുകളിൽ നിന്ന് ഇങ്ങനെ അത് താഴേക്ക് വന്നിട്ട് പിന്നെ ഈ ബോട്ട് പോകുന്നതും ആ സമയം അതിന് അനുസരിച്ചിട്ടാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തി, ഇത് ഈ ബോട്ട് എങ്ങോട്ടായി പോണത്. ഒരു പാസഞ്ചർ ബോട്ടാണ്. ആ കാഴ്ച ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ്. ഉണ്ട് സൂര്യോദയവും സൂര്യാസ്തമയവും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പല പല സൂര്യോദയങ്ങളുണ്ട്, സൂര്യാസ്തമയങ്ങളുണ്ട്. പലയിടത്തുമൊക്കെ നിങ്ങൾ ജീവിക്കുന്നുണ്ടാവാം, പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമുക്ക് ഓസ്ട്രേലിയ വലിയ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. മെൽബണിന്ന് ഒരു ഷിപ്പുണ്ട് ടെസ്മാനിയയിലേക്ക്, ടെസ്മാനിയൻ സ്പിരിറ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് ഇതേപോലെയാണ്. അസ്തമയവും ഉദയവും രണ്ടും നമുക്ക് ആ ഷിപ്പിൽ കാണാം. അവരുടെ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നവരങ്ങനെയാണ്. അതിഗംഭീരമാണ്. കപ്പലിൻ്റെ മുകളിൽ നിന്ന് സൂര്യാസ്തമയവും സൂര്യോദയവും കാണുന്നതിൻ്റെ ഒരു സൗന്ദര്യം പറയേണ്ടതില്ലല്ലോ. നമ്മൾ ഈ ഒരു വാൻഗോഗിനെ പോലെ സൂര്യൻ്റെ ഉദയവും അസ്തമയവും ഒക്കെ വലിയ താല്പര്യമുള്ള ആളാണ്. എല്ലാവർക്കും താല്പര്യമാണ്, അങ്ങനെ പറയുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങൾ ചോദിക്കണം നിങ്ങളോട്, എന്നാണ് നിങ്ങൾ അവസാനം സൂര്യോദയം കണ്ടത്, സൂര്യാസ്തമയം കണ്ടത്? അതിനു വേണ്ടി അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമല്ലേ എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർന്ന് ഭഗവാൻ പറയും 22-ാമത്തെ ശ്ലോകം, വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതന. വളരെ പ്രധാനപ്പെട്ട, എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ, വളരെ പ്രധാനപ്പെട്ടത് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട എന്നുള്ളതാണ്. എന്താണ്? വേദാനാം സാമവേദഃ അഹമസ്മി. അഹം, ഞാൻ, വേദങ്ങളിൽ സാമവേദമാണ്. അപ്പോൾ ഋക്കു യജസ്സും അഥർവവും ഒന്നും അല്ലേ.
എന്തുകൊണ്ടാണ് സാമം എന്ന് പറയുന്നത്? സാമത്തിന് ഗാനമുണ്ട്, സാമഗാനം എന്ന് തന്നെ പറയും. വേദം ഗദ്യപദ്യ ഗാനരൂപത്തിലാണ്. അതിൽ ഗദ്യമുണ്ട്, പദ്യമുണ്ട്, ഗാനമുണ്ട്. പ്രത്യേകിച്ച് സാമവേദാന്തർഗതമാണ് കേനോപനിഷത്തൊക്കെ. നല്ല അതിലൊരു എന്താ പറയുക, പാട്ടിൻ്റെ ഈണത്തിലാണ് ഉപനിഷത്തിൻ്റെ രചന. ഗദ്യവുമുണ്ട് അതിൽ. ശിഷ്യൻ്റെ ചോദ്യം തന്നെ നല്ല ഗാനരൂപത്തിലാണ്. കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കവുദേവോ യുനക്തി. ഗുരുവിൻ്റെ മറുപടി: ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് വാചോഹ വാചം സൗ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷച്ചക്ഷുരതിമുച്യ ധീരാ പ്രത്യസ്മാ ലോകാതമൃതാ ഭവന്തി. അങ്ങനെ അതിൽ കുറേ ഗാനവും എല്ലാം ഉണ്ട്. പക്ഷേ സാമത്തിൽ ഗാനം കൂടുതലാണ്. അപ്പം നമ്മൾ പറയുമല്ലോ, എനിക്ക് യേശുദാസിൻ്റെ ആ കുടജാദ്രി, എനിക്കത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏതും. അപ്പോൾ എനിക്കതൊന്നുമല്ല. ശങ്കരാഭരണം അത് യേശുദാസ് അല്ലല്ലോ പാടി, അല്ല, നമുക്കതല്ല. ഗാനത്തിൽ നമ്മളിപ്പോൾ ഭഗവാൻ പറയുന്ന പോലെ പറയുകയാണെങ്കിൽ, ഗാനത്തിൽ ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ നമുക്കിങ്ങനെ എന്താ പറയുക, ഈ ഭക്തിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതിൻ്റെ ഒരു ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിലൊരു ഒരു മിന്നിപ്പുണ്ടാക്കുമല്ലോ, ദ്രവീകൃതമാക്കുമല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ആളേ ഉള്ളൂ. അത് കലാമണ്ഡലം ഹൈദരലിയുടെ അജിത ഹരേ ജയ. അത് കേട്ടാൽ നമുക്കിങ്ങനെ അതിനോളം ഒരു ശബ്ദവും നമ്മുടെ കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ അജിത ഹരേ കേൾക്കുമ്പോൾ നമ്മൾ കേട്ടു നോക്കൂ. കലാമണ്ഡലം ഹൈദരലിയുടെ അജിത ഹരേ ജയ മാധവ. പക്ഷെ അതിൽ ഇത് നാളുടെ ആണല്ലോ ശബ്ദം, നാളാണല്ലോ. അത് അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണ് അത് അത്രയും ഇതാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇമോഷൻസ് ഒക്കെ അതിൽ കൊണ്ടുവരുന്നുണ്ട് ഉണ്ട് ആ ശബ്ദം. അത് കാരണം അദ്ദേഹത്തിന് ഇതിൻ്റെ പദങ്ങൾ അറിയാം. ആരാണിത് പാടുന്നത്? സുധാമാവാണ്. ഭഗവാനോട് അപ്പം അവിടെ സുധാമാവിനെ അദ്ദേഹം തന്നെ താനായിട്ട് പറയും. ഇപ്പോൾ നമുക്ക് മലയാളികൾക്കൊക്കെ അറിയാലോ, വയലാർ യേശുദാസിന് വേണ്ടി ഒരു ഗാനം രചിച്ചു സിനിമയിൽ. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും എന്നുള്ളത് നമുക്കറിയാം. അത് സിനിമയിൽ അങ്ങനെയാണെങ്കിലും അത് യേശുദാസിനും കൂടെ വേണ്ടിയിട്ട് വയലാർ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അത് പാടുമ്പോൾ അദ്ദേഹത്തിന് അതിൽ അത്തരത്തിലൊരു ഇമോഷൻസ് ഉണ്ടാവും. അതുണ്ട്, അതിലുണ്ട്. ആ ഇമോഷൻസ് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൽ അത് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട്. അതുപോലെയാണ് ഈ കലാമണ്ഡലം ഹൈദരലിയുടെ. അദ്ദേഹത്തിനെ ക്ഷേത്രത്തിൽ കയറ്റാൻ ഒരുമാതിരിപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിലും അദ്ദേഹത്തിന് അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. മതിൽ വരെ പൊളിച്ച് പകുതിക്ക് പകുതി നിർത്തിയിട്ട് ഉള്ള ദാരുണമായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നും അപ്പോൾ നമുക്ക് ഇന്ന ആളുടെ പാട്ടിൽ ഇന്നതാണ് എനിക്കിഷ്ടം,
എന്ന് നമ്മൾ പറയുന്നത് പോലെ നമുക്കത് മനസ്സിലാവുന്നതാണല്ലോ എളുപ്പത്തിൽ. അതുപോലെ ഭഗവാൻ പറയും, വേദങ്ങളിൽ എനിക്ക് സാമവേദം എൻ്റെ പ്രിയപ്പെട്ടതാണ്. സാമവേദ അഹമസ്മി ദേവാനാം വാസവ അസ്മി. ദേവന്മാരിൽ ഞാൻ വാസവനാണ്, ഇന്ദ്രനാണ്, വാസവൻ ചേട്ടനാണ്, ഇന്ദ്രനാണ്. ഇന്ദ്രിയാണാം, ഇന്ദ്രിയങ്ങളിൽ മനസ്സാണ് ഞാൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ്. അപ്പോൾ ബാക്കിയൊന്നും അല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാം അതാണ്. പക്ഷേ മനസ്സ് എനിക്ക് പ്രിയപ്പെട്ടതാണ്, ഞാൻ മനസ്സാകുന്നു. ഭൂതാന, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഭൂതാന ജീവജാലങ്ങളുടെ ഇതാണ് ചേതന. ആ ജീവൻ അത് ഏതാണെങ്കിലും അത് ഞാനാണ്. എന്ത്? ആ ചേതന. ഇതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഗുരുദേവൻ പറഞ്ഞ ഒരു പീഡയൊരു ഉറുമ്പനും വരുത്തരുത്, അതുണ്ടാവും നമുക്ക്. വേദാനാം സാമവേദോസ്മി ദേവാനാം അസ്മി വാസവ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാം അസ്മി ചേതന. തുടർന്ന് രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരു ശിഖിരിണാമഹം. രുദ്രാണാം, രുദ്രന്മാരിൽ അഹം ശങ്കര, ശങ്കരനാണ്. ശങ്കയെ ഹരിക്കുന്നവനാരോ അവൻ തന്നെ ശങ്കരൻ എന്ന് പറയാം. ശങ്കരൻ ഞാനാകുന്നു. വിത്തേശോ യക്ഷരക്ഷസാം, യക്ഷരക്ഷസാം യക്ഷന്മാരിലും രക്ഷസുകളിലും വിത്തേശ, വിത്തത്തിൻ്റെ ഈശനായിട്ടുള്ള കുബേരൻ ഞാനാണ്. മൂപ്പരുടെ അടുത്താണല്ലോ കാശുള്ളത്, ഞാനാണ്. വസൂനാം പാവക, വസുക്കളിൽ ഞാൻ അഗ്നിയാണ്, പാവകനാണ്. ശിഖരിണാം മേരുഹു ച അഹമസ്മി, പർവ്വതങ്ങളിൽ ഞാൻ കൈലാസമാകുന്നു, മേരുപർവ്വതമാകുന്നു, കൈലാസം. ഇന്നലെ ഒരാൾ കൈലാസയാത്രയെക്കുറിച്ച് വീണ്ടും ചോദിച്ചു. നമ്മൾ പറഞ്ഞുവല്ലോ, ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ കൈലാസം വീണ്ടും വിഷയവും കൂടിയായി വന്നിരിക്കുക. നമ്മുടെ 2025 കൈലാസയാത്ര 2 യാത്ര നടത്തുന്നുണ്ട്. ഒന്ന് ആദി കൈലാസം വഴിയുള്ള കൈലാസം, അത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ആദി കൈലാസമാണ്. അപ്പോൾ അത് അത്ര ദിവസമേ ഉള്ളൂ. അത് നമ്മുടെ ഇന്ത്യയിലാണ്. അതിന് പാസ്പോർട്ടൊന്നും വേണ്ട, ആധാർ മതി. ഓം പർവ്വതം നിങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അതിൻ്റെ ഫോട്ടോ ഒന്നും നിങ്ങൾ ഓം പർവ്വതം എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ, അതിൻ്റെ ഇമേജ് കാണാം. നിങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ പറയുക എന്താണെന്നറിയോ, ഇതൊക്കെ പുതിയ AI ഗ്രാഫിക്കാണെന്ന് പറയും. അല്ലാന്നേ, പർവ്വതം ഗ്രാഫിക്കായിട്ട് നിങ്ങൾ നേരിട്ട് കാണുമല്ലോ, ഫോട്ടോ അങ്ങനെയൊക്കെ കാണുമായിരിക്കാം. അതും ഈ പറഞ്ഞതുപോലെ ഒരു സംഭവമാണ് ഓം പർവ്വതം. നിങ്ങൾ അത്ഭുതപ്പെടും എന്തായാലും. അതങ്ങനെ ശരിക്കും ഓം അങ്ങനെ വരച്ചു വെച്ചിരിക്കുക, ഓം പർവ്വതം. അത് കഴിഞ്ഞിട്ടാണ് കൈലാസം. ഒരുപാട് അവിടെ 22,500 വർഷങ്ങളൊക്കെ പഴക്കമുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗംഭീര ഒരു എന്താ പറയുക, ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മ്യൂസിയമുണ്ട്. നമുക്കൊന്നും ഒരിക്കലും കാണാൻ പറ്റാത്ത ഈ പറഞ്ഞ വിഷ്ണുവിൻ്റെയും പല ദേവീ ദേവസങ്കല്പങ്ങളെ കൊത്തിയ ശില്പങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് സ്പർശിക്കാം. മറ്റൊന്നും പറ്റില്ലല്ലോ. അത് ആർക്കിയോളജിയുടെ ആർക്കൈവ്സാണ്. അവിടെ ഫോട്ടോ എടുക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും പറ്റില്ല. തോക്കും അതും ഇതൊക്കെ പിടിച്ച ആളുകളുണ്ട്. കാരണം അത്രയും കോടികൾ വിലമതിക്കുന്നതാണ് ഓരോന്നും. അത് നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ പോവാറുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്.
കാണാൻ പറ്റുക എന്നുള്ളത്. അതിലെല്ലാം അവർ എഴുതിയിട്ടുണ്ട് എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് എന്ന്, എവിടെ നിന്നാണ് അത് എടുത്തത്, എന്താണ് നോക്കുള്ളത്. അപ്പോൾ സെപ്റ്റംബറിൽ അങ്ങനെ ഒരു ആദി കൈലാസം ഇതേപോലെ തന്നെ പോയിട്ട് പിന്നെ കൈലാസം. അപ്പോൾ സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 7 തീയതി വരെയാണ് ആ കൈലാസ യാത്ര നടക്കുക. അപ്പോൾ രണ്ടും ഒരുമിച്ചും വരാം, അല്ലാതെയും വരാം താല്പര്യമുള്ളവർക്ക്. പിന്നെ ഉള്ളത് നമ്മുടെ കൈലാസ യാത്രയുടെ ആദ്യ ബാച്ച് എന്ന് പറയുന്നത് ജൂലൈ 5 തീയതിയാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, 5 മുതൽ 18 വരെ. അപ്പോൾ ഈ വിഭൂതിയിൽ പറയുന്ന കൈലാസം ഞാനാകുന്നു, അതും നമ്മൾ പോകുന്നത് ഈ പൂർണ്ണചന്ദ്രൻ്റെ പൂർണിമയിലാണ് കൈലാസത്തിലെത്തുക. അത് ഗംഭീരമാണ്. ചന്ദ്രൻ്റെ പ്രഭയിൽ കൈലാസത്തെ കാണുക എന്ന് പറയും. രാത്രിയൊന്നും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, അതൊക്കെ കണ്ടു കഴിഞ്ഞാലോ. ഇങ്ങനെ കിടന്നൊന്നും ഉറങ്ങാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഉണർന്ന് ഇങ്ങനെ നോക്കും അതിലെ ഓരോരോ മാറ്റങ്ങളും. അതുപോലെ മാനസരോവരിൽ നിന്നുള്ള അതിൻ്റെ കാഴ്ച. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ കുറേ ഇങ്ങനെ എന്താ പറയുക, അധ്വാനിച്ചു, അതാക്കി, കുറച്ച് സ്വർണം മേടിച്ചു, കൂട്ടി വെച്ചു, എന്നിട്ട് ആർക്കൊക്കെയോ കൊടുത്തു, പിന്നെ അത് കിട്ടാനില്ല, പിന്നെ അതും പോയി, ഇതും ഇല്ല, ഒന്നുമില്ല. പിന്നെ കുറേ ഡയബറ്റിക്കും അതും ഇതുമൊക്കെ കുറേ മരുന്നിനും അവിടെ ഇവിടെയൊക്കെ ചിലവാക്കി തീർത്തു. പിന്നെ കുറേ മക്കൾക്കും അവർ അടിച്ചു മാറ്റിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ അവസാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല എന്തെങ്കിലും ഇതിപ്പോൾ നമ്മുടെ കൂടെ കൈലാസത്തിൽ വരാൻ വേണ്ടി പറയുന്നതല്ല, എന്തെങ്കിലും ഒരു നല്ലതെന്ന് സ്മരിച്ചെടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാം നല്ലതെന്ന് വിചാരിച്ചത് പോലും കുഴപ്പം പിടിച്ചതാണ്. എന്തൊക്കെ പ്രതീക്ഷയിലായിരുന്നു കല്യാണം കഴിപ്പിച്ചത് ഇവനെ, ഇപ്പം എന്താണ്, അല്ലെങ്കിൽ ഇവളെ ഞാൻ പഠിപ്പിച്ചത്, ഞാൻ അവിടെ പറഞ്ഞു വിട്ടത്. അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ ശത്രുക്കൾ. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു പ്രശ്നം. വരുന്ന ഇടയ്ക്ക് ഇങ്ങനെയുള്ള എല്ലാം വിട്ടൊരു യാത്ര ഒക്കെ ചെയ്യും. അപ്പോഴാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ മനസ്സിലാവും. എന്തായാലും പർവ്വതങ്ങളിൽ ഞാൻ കൈലാസമാണ്. ഇവിടെ ഇനി പറയാൻ പോകുന്നുണ്ട്, ഞാൻ സ്ഥാവരങ്ങളിൽ ഞാൻ ഹിമാലയമാണ്, ഒഴുകുന്നതിൽ ഗംഗയാണ്. ഇതൊക്കെ ഒന്ന് കാണണ്ടേ നിങ്ങൾക്ക്? ഭഗവത്ഗീത കിഞ്ചിതീത ഗംഗാജലലവ കണികാപീത സഹൃദപി യേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ചർച്ച എന്നാണ്. യമനുമായിട്ട് പിന്നെ ഡിസ്കഷനൊക്കെ ഒഴിവാക്കാം നമുക്ക്. ഇതൊക്കെ ഒന്ന് കാണുകയും ഇതിലൊക്കെ ഒന്ന് സ്നാനം ചെയ്യുകയൊക്കെ ചെയ്താൽ. ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.